ഹലോ ഗൈസ്, അപ്പൊ രാവിലെ തന്നെ ഇന്ന് എനിക്ക് ലോഡ് ഉണ്ടായിനെ. സുധീഷാണി നോക്കുന്ന വേറൊന്നല്ല, അതിന്റെ അടിയിൽ ഒരു പൂച്ചക്കുഞ്ഞ് ഉണ്ടായിനെ. ഏതായാലും ലോഡാക്കിട്ട് വണ്ടി നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടേ. വീട്ടിലെത്തുമ്പോൾ ഏട്ടത്തിയേട്ടനോട് എന്തോ പറഞ്ഞ് ചൊറയാക്കുന്നുണ്ട്. ഞാൻ ഏതായാലും കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ചേരം കടന്നുറങ്ങിയേ. നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിലല്ലേ, വണ്ടി റെഡി ആയി എന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും കിട്ടിയ ബസ്സിന് കയറി നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടിട്ടുണ്ട്. വർക്ക്ഷോപ്പ് വരുന്നത് മാണിയാട്ടാണ് കേട്ടാ. ഇവിടെ നല്ല പണിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ ആയിരുന്നു. അവര് പറഞ്ഞ പൈസയും കൊടുത്ത് നമ്മ നേരെ വണ്ടിന്റെ അടുത്തേക്ക് വന്നത്. റേഡിയേറ്റർ മാറ്റി അത് നോക്കാൻ വേണ്ടി സീറ്റ് അയച്ചു വെച്ചിന്. വണ്ടിയിലാണെങ്കിൽ തീരെ എണ്ണയുണ്ട്, എണ്ണ അടിച്ചിട്ട് തന്നെ പോവാച്ചു. എനക്കാണ് ചൂട് സഹിക്കണത്. ഞാൻ ആടുന്ന തന്നെ ഒരു പിടുന്ന രൂപ വെള്ളം മേടിച്ചേ. ആടുന്ന് ഞാൻ നേരെ വന്ന് ഇളയത്തട്ടേക്കാന്ന്. എന്റെ ഏച്ചിന്റെ വീട് ഇവിടെയാണ് കേട്ടാ. ഞാൻ ഏതായാലും ഏച്ചിനും കുഞ്ഞിനും കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിച്ചല്ലേ. ഈ കാണുന്നതാണ് കേട്ടോ ഏച്ചിന്റെ കുഞ്ഞി. എന്നെ കണ്ടിട്ട് ഓക്കൊരു മൈൻഡും ഇല്ലേ. ഏതായാലും രണ്ടാളും ഞാൻ വണ്ടിയിൽ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടാ. ചീമേനെ എത്തുമ്പോൾ കോളറിന് കുഞ്ഞിക്ക് എന്തെങ്കിലും പലഹാരമാണെന്ന്. ഞാൻ ഏതായാലും വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ വണ്ടി ഭയങ്കര പരിശോധനയാണ്. പലഹാരം മഞ്ച് വീട്ടിലെത്തുമ്പോൾ മഞ്ജുച്ചിനെ കണ്ടേ. ഏതായാലും വണ്ടി ഞാൻ നിർത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ കണ്ടതിന്റെ സന്തോഷമാണ് കേട്ടാ. പിള്ളേർക്കാണെങ്കിൽ അതിനും കാട്ടി സന്തോഷം. പിള്ളേരാണെങ്കിൽ എന്റെ വണ്ടി കണ്ട് ചാടിക്കയറും. ഞാൻ ഏതായാലും അവരെ വീട്ടിലാക്കിയിട്ട് ലോഡ് ഇറക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ ലോഡാണ് കേട്ടാ. ലോഡർക്ക് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് പയ്യനൊരു പനി ഇവരെ കൊണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ. ഏതായാലും അവരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് തിരിച്ചല്ലേ. അപ്പൊ ഇന്നത്തെ അത്രയല്ലേ. ഓക്കെ ബൈ.